ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എക്സാം അടുത്തെത്തിയില്ലേ? നമ്മുടെ ഈ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അത് കിർദാർ പെർ നോട്ട് ലിഖിയെ, കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കാനാണ്. 4 മാർക്കിന് എന്തായാലും നമ്മുടെ എക്സാമിന് വരും, നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് സർ ആദ്യം പറയുന്നത്. നോക്കൂ, കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് കിർദാർ കെ ജസ്ബാത്തി മക്കാലിമ, ഏറ്റവും കഥാപാത്രത്തിന്റെ വൈകാരിക സംഭാഷണം അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തത് കഹാനി മേ കിർദാർ ക റോൾ, കഥയിൽ കഥാപാത്രത്തിന്റെ പങ്ക് എന്താണെന്ന് നമ്മൾ കുറിച്ചു വെക്കണം. ഷഖ്സി ഹുസൂസിയാത്ത്, അതിലെ വ്യക്തിഗത ഗുണങ്ങൾ, ഷഖ്സി ഹുസൂസിയാത്ത്. ഓക്കെ, ആ കഥാപാത്രത്തിന്റെ വ്യക്തിഗത ഗുണങ്ങൾ. കിർദാർ പെർ അപ്നെ റായ്, ആ കഥാപാത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്, സിമ്പിളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. 2 കഥയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഒന്ന് സംഗീത് കാ കരിഷ്മ എന്നുള്ള പാഠഭാഗം, അതുപോലെ പഞ്ചായത്ത് എന്നൊരു അഫ്സാന. ഈ 2 കഥയിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ച് നമ്മളൊരു നോട്ട് തയ്യാറാക്കാൻ പഠിക്കുകയാണ്. ഓക്കെ, റെഡിയാണോ? മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ 4 മാർക്ക് ആർക്കും മിസ്സാകാതിരിക്കട്ടെ. ഓക്കെ, ദേഖിയേ ബച്ചോ, സംഗീത് കാ കരിഷ്മ ഏക്ക് ദിൽഖുഷ് കഹാനി ഹെ അല്ലേ? സംഗീത് കാ കരിഷ്മ എന്ന നമ്മുടെ ഏറ്റവും ദിൽഖുഷ്, മനസ്സിനിണങ്ങിയ ഒരു കഥയാണ്. ഇതിൽ ബാദുഷാ ബെഹ്റാം, നോക്കൂ കഥാപാത്രങ്ങളാണ്. ബാദുഷാ ബെഹ്റാം, ഹക്കീം ഖാൻ, മന്ത്രിയായിട്ടുള്ള ഹക്കീം ഖാനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂഫി ബജ്റംഗ് ലായ്ക്കോർ, അതായത് സൂഫി ആയിട്ടുള്ള സന്യാസി ആയിട്ടുള്ള ലായ്ക്കോർ, ഇങ്ങനെയുള്ള ജയ്സെ കിർദാർ ഹേം തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ സംഗീത് കാ കരിഷ്മയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ബാദ്ഷാ ബെഹ്റാം, അതുപോലെ ഹക്കീം ഖാൻ, സൂഫി ബജ്റംഗ് ലായ്ക്കോർ അല്ലേ? ഇസ് കഹാനി കാ കോൺസാ കിർദാർ, ഏത് കഥാപാത്രമാണ് ആപ്കോ ജ്യാദ പസന്ത് ഹെ, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ക്യൂം, എന്തുകൊണ്ടാണ്? കിർദാർ കി ഹുസൂസിയാത്ത് ബയാൻ കർത്തെ ഹുയെ കിർദാരി നോട്ട് തയ്യാർ കീജിയേ. ഓക്കെ, കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് തന്നെ കിർദാരി നോട്ട് തയ്യാർ കീജിയേ, കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയാലും എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ നോട്ട്സ് സിമ്പിളാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മക്കളൊന്ന് പഠിച്ചു പോണേ. അപ്പോൾ നോക്കൂ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഗീത് കാ കരിഷ്മയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സൂഫി ബജ്റംഗ് ലായ്ക്കോർ. വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അല്ലേ? അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ നോട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, ദേഖിയേ ബച്ചോ, ഇസ് കഹാനി മേ, ഈ ഒരു കഥയിൽ മേരാ പസന്ദീദ കിർദാർ, എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ലായ്ക്കോർ ഹേ, ലായ്ക്കോർ ആകുന്നു. നമ്മുടെ സന്യാസിയായിട്ടുള്ള സൂഫി ആയിട്ടുള്ള ലായ്ക്കോർ ഹേ. വോ ഇസ് കഹാനി കാ മർക്കസി കിർദാർ ഹേ, അദ്ദേഹം ഈ കഥയിലെ മർക്കസി കിർദാർ ഹേ, കേന്ദ്ര കഥാപാത്രമാകുന്നു. ഓക്കെ, ഓ നേക് ദിൽ, അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള നേക് ദിൽ എന്നാണ്, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അഖിൽമന്ദ് സൂഫി, ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു സൂഫി വര്യനാണ് അദ്ദേഹം എന്ന് നമ്മൾ കുറിച്ചു വെച്ചു. ഓ സച്ച് ബോൽനെ സേ നെഹി ഡർത്താ ഹെ, അദ്ദേഹം സച്ച് ബോൽനെ സേ, സത്യം പറയുന്നതിനെ കൊണ്ട് നെഹി ഡർത്ത, ഒരിക്കലും അദ്ദേഹം എന്തില്ല, പേടിച്ചില്ല, ആരെയും പേടിച്ചില്ല. ക്യൂം, എന്തുകൊണ്ടാണ്? ക്യൂം കെ, എന്തുകൊണ്ടെന്നാൽ ലായ്ക്കോറെ ബാദുഷാ സെ കഹ, ലായ്ക്കോർ ബാദുഷയോട് പറയാണ്, രാജാവിനോട് പറയാണ്, സൽത്തനത്ത് ബഡാനെ കി ഹോസ്നെ, രാജ്യത്തെ, സൽത്തനത്ത് തൻ്റെ രാജ്യത്തെ, ബഡാനെ കി ഹോസ്നെ എന്താണ്, അത്യാഗ്രഹത്താൽ രാജ്യത്തെ വികസിപ്പിക്കുന്നതിൻ്റെ, ബഡാനെ കി ഹോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്യാഗ്രഹത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, തുമേ അന്ധാ കർദിയാഹെ, നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു അന്ധനായി മാറിയിട്ടുണ്ടെന്ന് സൂഫി വര്യന് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ്സ് ഇവിടെ നൽകി അല്ലേ? ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് നമ്മൾ ഇവിടെ നൽകി കഴിഞ്ഞു. സൽത്തനത്ത് ബഡാനെ കി ഹോസിനെ തുമേ അന്ധാ കർദിയാഹെ, നിങ്ങൾ എന്തായിട്ടുണ്ട്, ഒരു അന്ധനായി മാറിയിട്ടുണ്ട്. ആര് പറഞ്ഞു? നമ്മുടെ സൂഫി പറഞ്ഞു. വോ ലാലിം ബാദുഷാ ഔർ വസീർ കെ ബദൽനെ കി കോശിഷ് കി, ഈ ഒരു കഥയിലൂടെ വോ ലാലിം, അക്രമിയായിട്ടുള്ള രാജാവിനെ, അതുപോലെ വസീർക്കോ, മന്ത്രിയെ, ബദൽനെ കോ കോശിഷ് കി, മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സ് മാറ്റാൻ കോശിഷ് കി, പരിശ്രമിച്ചു. അങ്ങനെ ആഹിർ വോ കാമ്യാബ് ഹോ ഗയ, അദ്ദേഹം എന്ത് ചെയ്തു, അവസാനം കാമ്യാബ് ഹോ ഗയ, വിജയിച്ചു. ഉനോനെ
സബ്കി ബലായി ചാഹ്താ ഹെ, അദ്ദേഹം എല്ലാവരുടെയും ബലായി നന്മ ചാഹ്താ ഹെ, ആഗ്രഹിക്കുന്നു, നന്മ ചാഹ്താ ഹെ, ആഗ്രഹിക്കുന്നു. ഔർ ഹമേഷ, എപ്പോഴും സച്ച് ബോൽത്താ ഹെ, അദ്ദേഹം സത്യം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളാണ്. അതേപോലെ ഹമേം അച്ഛ ഇൻസാൻ ബന്നെ കാ സബക് ദേത്താ ഹെ, നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള സബക് ദേത്താ ഹെ, പാഠഭാഗം നൽകുന്നു. ഇസ്ലിയെ മേരാ പസന്ദീദ കിർദാർ ലായിക്കോർ ഹെ, അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ലായിക്കോർ ആകുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിർദാർ കെ ജസ്ബാത്തി മഖാലിമ, ഇതിലേതാണ് നിങ്ങൾക്കറിയാം അല്ലേ, രാജാവിനോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയലോഗ്സ് ആണ്. എന്താണ്? സൽത്തനത്ത് ബഡാനെ കി ഹോസ്നെ തുമേ അന്താ കർ ദിയാ ഹെ, ഇതാണ് അതിലെ ഏറ്റവും ജസ്ബാത്തി മക്കാലിമ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കഹാനിമേ കിർദാർ ക റൂൾ, എന്താണ്? മർക്കസി കിർദാറാണ് അല്ലേ, കേന്ദ്ര കഥാപാത്രമാണ് ഇതിലെ. അതുപോലെ തന്നെ എന്താണ്? ഷഖ്സി ഹുസൂസിയാത്ത്, അതിലെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തിഗത ഗുണങ്ങൾ. വന്നേക്ക് ദിൽ ഔർ അക്കൽമന്ത് സൂഫി ഹെ, ഓക്കെ, അദ്ദേഹം എന്താണ്? വളരെയധികം സത്യസന്ധനായിട്ടുള്ള നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതുപോലെ ബുദ്ധിമാനായിട്ടുള്ള ഒരു സൂഫിയാണ്. അദ്ദേഹം എപ്പോഴും സച്ച് ബോൽനേസെ നെഹി ഡർത്ത ഹെ, സത്യം പറയുന്നതിൽ അദ്ദേഹം പേടിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷഖ്സി ഹുസൂസിയാത്ത് അതിൽ ഉൾപ്പെട്ടു. അതുപോലെ കിർദാർ പർ അപ്നെ റായ്, ഈ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഇതിലൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാമിന് വരും, കൃത്യമായിട്ട് കുട്ടികൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത് പഞ്ചായത്ത് എന്നുള്ളൊരു കഹാനി നമ്മൾ പഠിച്ചു, അഫ്സാന നമ്മൾ പഠിച്ചു. ആരുടെ അഫ്സാനയാണ്? പ്രേംചന്ദിൻ്റെ ആണ് അല്ലേ. ഓക്കെ, അഫ്സാന പ്രേംചന്ദ് കെ കിർദാർ കോൻ കോൻ ഹെ, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു മക്കളെ? കഥ നമ്മൾ പഠിച്ചതാണല്ലോ. ഓക്കെ, ഷെയ്ഖ് ജുമ്മൻ ഔർ അലഗു ചൗധരി, അതുപോലെ ബുഡി ഹാല, സംജു സേഠ്, വൈറ കിർദാർ ഹെ. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പഞ്ചായത്ത് എന്നുള്ള അഫ്സാനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഷെയ്ഖ് ജുമ്മൻ, അതുപോലെ അലഗു ചൗധരി, അതുപോലെ ബുഡി ഹാല, സംജു സേഠ്, വൈറ തുടങ്ങിയ കഥാപാത്രങ്ങളാണ്. ഇവിടെ നമുക്ക് അലഗു ചൗധരിയെ എടുക്കാം. അലഗു ചൗധരിയെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കി നോക്കാം. ഓക്കെ, റെഡി അല്ലേ? देखिए, അലഗു ചൗധരി അഫ്സാന പഞ്ചായത്ത് का एक मरकजी किरदार. അലഗു ചൗധരി ആരാണ്? അഫ്സാന എന്താണ്? ചെറുകഥയിൽ പഞ്ചായത്ത് का एक मरकजी किरदार, ഈ ഒരു കേന്ദ്ര കഥാപാത്രമാണെന്ന് നമ്മൾ കുറിച്ച് വെച്ചു. ക്ലിയർ? ഒന്നാമത്തെ സെന്റൻസ് നോട്ട് ചെയ്തു. ഇത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം അല്ലേ. അലഗു ചൗധരി അഫ്സാന പഞ്ചായത്ത് കേക്ക് മർക്കസി കിർദാർ എന്നുള്ള പോയിന്റ് എടുക്കാം. ഓക്കെ, അലഗു ചൗധരി ഹിന്ദു കിർദാർ ഹെ, അദ്ദേഹം ഒരു ഹിന്ദു കഥാപാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, പറയുന്നത് അലഗു ചൗധരി ഹിന്ദു കിർദാർ ഹെ. और जुम्मन शेख खरीब दोस्त है. ओके, जुम्मन शेख एक मुसलमान किरदार है, लेकिन वो जुम्मन शेख खरीब दोस्त है. അലഗു ചൗധരിയും ജുമ്മൻ ഷേഖും അടുത്ത സുഹൃത്താണ്. देखिए, अलगू एक ईमानदार और इंसाफ पसंद इंसान है. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ഗുണങ്ങളാണ് പറയുന്നത്. അലഗു ചൗധരി എന്താണ്? ഈമാൻദാർ, വിശ്വസ്തനായിട്ടുള്ള, ഇൻസാഫ്, നീതി, പസന്ത് ഇൻസാൻ ഹെ, നീതി ഇഷ്ടപ്പെടുന്ന ഒരു ഇൻസാൻ ഹെ, മനുഷ്യനാകുന്നു എന്നും നമ്മൾ കുറിച്ചു വെച്ചു. ഓക്കെ, ക്യൂം കെ, എന്തുകൊണ്ടെന്നാൽ ജബ് അപ്നെ ദോസ്ത് ജുമ്മൻ കെ മുഖദ്ദിമ പഞ്ചായത്ത് പഹുഞ്ച, എപ്പോഴാണോ തൻ്റെ സുഹൃത്ത് ജുമ്മൻ്റെ മുഖദ്ദിമ കേസ് പഞ്ചായത്ത് പഹുഞ്ച, പഞ്ചായത്തിൽ എത്തിയത്, തോ അപ്പോൾ അലഗു ചൗധരി ഇത്തിമാദ് കെ സാത്ത്, വളരെയധികം വിശ്വസ്തയോടുകൂടെ, ഇത്തിമാദ് വിശ്വസ്തത, വിശ്വാസത്തോടുകൂടെ, കെഹ്ലാത്താ ഹെ, അദ്ദേഹം പറയുന്ന ഏറ്റവും ജസ്ബാത്തി മക്കാലിമ, വികാരപരമായിട്ടുള്ള ഒരു ഡയലോഗ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദേഖിയെ ബച്ചോ, ഇസ് വക്ത് ന തും ഹമാരെ ദോസ്ത് ഹോ, ഈ ഒരു സമയത്ത്, ഇസ് വക്ത്, ഈ സമയത്ത്, നത്തും, നീയും ഞാനും എന്തില്ല, ഹമാരെ ദോസ്തോ, നീ എൻ്റെ സുഹൃത്തല്ല. അതേപോലെ നെ ഹം തുമാരെ ദോസ്തോ, ഞാൻ നിൻ്റെയും സുഹൃത്തല്ല, നീ എൻ്റെയും സുഹൃത്തല്ല. ഈ ഒരു സമയത്ത് ഏ ഇൻസാഫ് और ഈമാൻ കാ മാമില ഹേ, ഇത് നീതിയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യമാകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ദേഖിയെ, ജസ്ബാത്തി മക്കാലിമ ഇതിലെ ഏറ്റവും ഡയലോഗ്സ്, ഒരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ്സ് ഇവിടെ നൽകി കഴിഞ്ഞു. ഇസ് ജുംലാസ്, ഈ ജുംലയിലൂടെ ജുമ്മൻ കി ഇൻസാഫ് പസന്തി, ജുമ്മൻ ഷെയ്ഖിൻ്റെ ഇൻസാഫ് പസന്തി, നീതിയുടെ, സത്യസന്ധതയുടെ എന്താണ് കൃത്യത, അവർ ഈമാൻദാരി, വിശ്വസ്തത, ലാഹിർ ഹോത്താ ഹെ, പ്രകടമാകുന്നു, ലാഹിർ ഹോത്താ ഹെ, പ്രകടമാകുന്നു. ഇസ്ലിയെ, അതുകൊണ്ട്
അലഗു ചൗധരി ഏക് അച്ഛാ കിർദാർ ഹെ. അതുകൊണ്ട് നമുക്ക് പറയാം അലഗു ചൗധരി ഇതിലെ ഏറ്റവും അച്ഛാ കിർദാർ ഹെ, നല്ല കഥാപാത്രമാകുന്നു. അപ്പോൾ 2 കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സംഗീത് കാ കരിഷ്മ, പഞ്ചായത്ത്. ഈ 2 കഥയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ചുള്ള നോട്ടാണ് ഇവിടെ തയ്യാറാക്കിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാക്സിമം എല്ലാ ഉറുദു പഠിക്കുന്ന കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സബ്കോ ശുക്രിയ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.